ഹലോ വെൽക്കം ടു എറ്റനദർ എപ്പിസോഡ് ഓഫ് സ്റ്റഡി ഏഞ്ചൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താണ് വീഡിയോസ് ഇല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ സൗണ്ട് ബോക്സ് ആകെ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് വീഡിയോസ് ഒന്നും വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ വീഡിയോ ഒക്കെ ഞാൻ കുറേ ദിവസമായിട്ട് ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ എന്നാലും നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിസ്കാരവും ഖുർആനോദിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 7:15 ആ ഒരു സമയമൊക്കെ ആയപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് ആ ഒരു രാവിലെയുള്ള ടൈമിലൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ക്ലീനിങ്ങും എന്തൊക്കെയോ ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം ഫോണൊക്കെ യൂസ് ചെയ്തു. പിന്നെ എന്തൊക്കെയോ ഇവിടെ അടുത്തുള്ള കുട്ടികളുടെ കൂടെയൊക്കെ കുറച്ച് സമയം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി അങ്ങനെയൊന്നും പറ്റില്ല, ഫോണൊന്നുമില്ല, എന്തെങ്കിലും കംപ്ലീറ്റ് ഒരു പ്രൊഡക്റ്റീവായിട്ട് പിന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഫിസിക്സ് ക്ലാസ് കേട്ടുകൊണ്ടാണ് കേട്ടോ. ഫിസിക്സ് ഒരു ചെറിയൊരു ക്ലാസ് കേൾക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് കേട്ട് നോട്ടൊക്കെ എഴുതിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനിയൻ എനിക്ക് മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കുടിച്ച് ഞാൻ ക്ലാസ് കേൾക്കലും നോട്ട് ചെയ്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ എന്നൊരു തോന്നൽ. അപ്പോൾ ഞാൻ അവിടെ ഒരു ചക്ക കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു ചക്ക ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ഉപ്പും മുളകും അതേപോലെ തന്നെ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം അവിടെ ഒന്നിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ക്രാഫ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ അധിക ദിവസം എന്തെങ്കിലുമൊക്കെ ചെറിയ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ ലാസ്റ്റ് ഇപ്പോൾ നമുക്ക് സ്കൂളൊക്കെ തുറന്നതിന് ശേഷം ഞാനിപ്പോൾ എന്താ വെക്കേഷനിൽ ചെയ്തത് ഒന്നും കാണാനില്ലല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു നമുക്ക് ആശ്വസിക്കാമല്ലോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് തന്നെ വന്നിട്ട് ഇത് പൊരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പൊരിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു ഷീറ്റിൽ നിന്ന് ഞാൻ കുറച്ച് ഹാർഡ് ഷേപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് അതിൻ്റെ 2 ദിവസം മുന്നേയൊക്കെ അവിടുന്ന് ഒരു അത്യാവശ്യം നല്ലൊരു കയറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ മുകളിൽ ഈ ഒരു ഹാർഡ് ഷേപ്പ് ഒന്ന് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഞാൻ വെറുതെ എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് റൂമിൽ ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്ത സമയത്ത് അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്രാഫ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ കുറച്ച് സമയമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 30 മിനിറ്റൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫുൾ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്യൽ മുതലുള്ള പരിപാടികൾ കേട്ടോ. അങ്ങനെ എന്തായാലും അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ടൈം ഏകദേശം ഒരു 8:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡിന്നർ കഴിക്കാനുള്ള ടൈമാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും ഏകദേശം ഞാനൊരു 8:30 9 മണി ആ ഒരു ടൈമിൻ്റെ ഉള്ളിലാണ് ഡിന്നർ സാധാരണയായിട്ട് കഴിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എന്നാലും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിന്നർ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇശാക്ക് നിസ്കരിച്ചതിന് ശേഷമാണ് ബാക്കി ഞാൻ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചക്കപ്പൊരിയും കൂടെയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ക്ലാസ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് സമയം ഇരുന്ന് കെമിസ്ട്രി ക്ലാസ് കേട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.